ആശയങ്ങൾക്ക് പകരം ആയുധങ്ങൾ കൊണ്ടുള്ള മറുപടി പ്രവർത്തകരിലേക്ക് മാത്രമല്ല നേതാക്കളിലേക്കും ആയുധമുന നീണ്ടു. 1960കളുടെ അവസാനം തുടങ്ങിയ രാഷ്ട്രീയ ആക്രമണം വളർന്നു കണ്ണൂരിനെ ചൂഴ്ന്നെടുത്തു. 1991നും 2001നും ഇടയിൽ കണ്ണൂർ രാഷ്ട്രീയ ഭീകരതയുടെ പര്യമായി. സമൂഹത്തിൽ ഭീതിയും അനിശ്ചിതത്വവും വിതച്ചു. CPM, BJP, RSS, കോൺഗ്രസ് തുടങ്ങിയ പ്രമുഖ കക്ഷികൾ കരിനിഴലായി. 1992 കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിലെ കണ്ണൂരിലെ രാഷ്ട്രീയ ബലാബലങ്ങൾക്ക് രൂപാന്തരമുണ്ടായി. കടുത്ത വെല്ലുവിളി മറികടന്ന് കെ സുധാകരൻ DCC പ്രസിഡന്റായി. സുധാകരൻ DCCയുടെ തലപ്പത്ത് വരാതിരിക്കാൻ AI ഗ്രൂപ്പുകൾ ഒന്നിച്ചു. അവർ പഴയ നേതാവ് മാതമംഗലം കുഞ്ഞികൃഷ്ണനെ രംഗത്തിറക്കി. KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം അപ്രതീക്ഷിതമായി പിന്തുണച്ചതോടെയാണ് വിജയം സുധാകരനായത്. കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം അടിമുടി മാറുകയായിരുന്നു. CPMനെ കൊത്തിവലിക്കുന്ന മൂർച്ചയേറിയ പ്രസംഗങ്ങളും ചടുലമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് നീങ്ങിയ സുധാകരൻ പ്രവർത്തകരിൽ ആവേശം പകർത്തി. N രാമകൃഷ്ണന്റെ പ്രതാപം മങ്ങി. AI ഗ്രൂപ്പുകളുടെ സ്വാധീനം കുറഞ്ഞ കണ്ണൂർ കോൺഗ്രസ് എന്നാൽ K സുധാകരനായി മാറി. സുധാകരനും രാഘവനും കൈകോർത്തപ്പോൾ, ഒരേ ശൈലിയിലുള്ള K സുധാകരനും MV രാഘവനും കൈകോർത്തപ്പോൾ കണ്ണൂർ രാഷ്ട്രീയം ചൂടുപിടിച്ചു. 1993 ഫെബ്രുവരി 10 AKG ആസ്പത്രി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM 48 മണിക്കൂർ ബന്ദ് പ്രഖ്യാപിച്ചു. അതിനെ നേരിടാൻ നിരോധനാജ്ഞയുണ്ടായി. കണ്ണൂർ വീണ്ടും യുദ്ധക്കളമായി. ആസ്പത്രി ഭരണം CMP പിടിച്ചെടുത്ത ശേഷം രാഷ്ട്രീയം കുലുഷിതമായി തുടർന്നു. പരിയാരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കലിനെതിരെ CPM പ്രതിഷേധം രൂക്ഷമാക്കി. K സുധാകരന്റെ ജാഥയ്ക്കിടെ നാൽപ്പാടി വാസു വെടിയേറ്റ് മരിച്ച സംഭവം, CPM നേതാവ് EP ജയരാജന് നേരെയുള്ള വധശ്രമം കണ്ണൂർ അക്ഷരാർത്ഥത്തിൽ ഇടതടവില്ലാതെ തിളച്ചു മറിയുകയായിരുന്നു. രാഷ്ട്രീയ സംഘർഷം പതിവ് വാർത്തയായി മാറി. RSS നേതാവ് C സദാനന്ദന് നേരെ വധശ്രമമുണ്ടായി. CPM പ്രവർത്തകരായിരുന്നു പ്രതികൾ. സദാനന്ദൻ കഴിഞ്ഞ വർഷം രാജ്യസഭാ MPയുമായി. 1994 ജനുവരി 26 SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KV സുധീഷിനെ വെട്ടിക്കൊന്നു. വീട്ടിൽ കയറി അച്ഛനമ്മമാരുടെ മുന്നിലിട്ടായിരുന്നു കൊല. RSS BJP പ്രവർത്തകരായിരുന്നു പ്രതികൾ. 1994 നവംബർ 25 മന്ത്രി MV ആറിനെതിരായ വഴിതടയൽ സമരത്തിനിടെ കൂത്തുപറമ്പ് 5 DYFI പ്രവർത്തകർ പോലീസ് വെടിയേറ്റ് മരിച്ചു. പ്രതിഷേധത്തിൽ കണ്ണൂർ ആളിക്കത്തി. സമാനതകളില്ലാത്ത സംഘർഷം. CMPയുടെ സ്ഥാപനങ്ങൾ പരക്കെ ആക്രമിക്കപ്പെട്ടു. പാപ്പിനിശ്ശേരി പാമ്പ് വളർത്തൽ കേന്ദ്രത്തിന് തീവെപ്പുണ്ടായി. പാമ്പുകൾ ചുട്ടരിക്കപ്പെട്ടു. പല ജീവികൾക്കും പൊള്ളലേറ്റു. കൂത്തുപറമ്പ് വെടിവെപ്പിൽ ചൊക്ലിയക്കാരനായ പുതുക്കുടി പുഷ്പൻ ശരീരം തളർന്നു, കിടപ്പിലായി. പുഷ്പൻ 1 വർഷം മുമ്പാണ് മരിച്ചത്. 1995 മാർച്ച് 16 K കരുണാകരൻ രാജിവെച്ച് AK ആന്റണി മുഖ്യമന്ത്രിയായി. രാമകൃഷ്ണന് മന്ത്രിസ്ഥാനം പോയെങ്കിലും MV രാഘവന് പുതിയ മന്ത്രിസഭയും ഇടം കിട്ടി. 1996 തെരഞ്ഞെടുപ്പ് CPMന് നിർണായകമായിട്ടുള്ള വഴിത്തെരുവായിരുന്നുവെന്ന് പിന്നീടുള്ള സംഭവവികാസങ്ങൾ തെളിയിച്ചു. KC ജോസഫും KP മമ്മുക്കുട്ടിയും സിറ്റിംഗ് സീറ്റുകളിൽ വിജയം ആവർത്തിച്ചു. പയ്യന്നൂരിലേക്ക് കളം മാറ്റിയ പിണറായി വിജയൻ, MV ഗോവിന്ദൻ, MV ജയരാജൻ, TK ബാലൻ എന്നിവരും കോൺഗ്രസ് STയിലെ KT കുഞ്ഞഹമ്മദും ജനതാളിലെ PR കുറുപ്പും ജയിച്ചു. ആദ്യമായി KK ശൈലജ നിയമസഭയിലേക്ക് കടന്നു. കണ്ണൂരിനെ K സുധാകരൻ പ്രതിനിധീകരിച്ചു. മത്സരിക്കാൻ സീറ്റ് കിട്ടാതെ ക്ഷുഭിതനും വ്രണതനുമായ N രാമകൃഷ്ണൻ കണ്ണൂർ മണ്ഡലത്തിൽ വിമതനായി കളത്തിലിറങ്ങി. പഴയ ബന്ധവൈരിയെ CPM പിന്തുണച്ചു. എതിരാളി DCC പ്രസിഡന്റ് K സുധാകരൻ. അപ്പോഴേക്കും പ്രവർത്തകരുടെ ആവേശമായി മാറിയ സുധാകരന് തന്നെയായി ജയം. ആറന്മുളയിൽ MV രാഘവൻ വീണു. ആലപ്പുഴയിൽ KC വേണുഗോപാലിന് ജയം. 1996 മുഖ്യമന്ത്രിയാകാൻ പാർട്ടി കാത്തുവെച്ച VS അച്യുതാനന്ദനെ ജനം അന്ന് അംഗീകരിച്ചില്ല. മാരാരിക്കുളത്ത് VS തോറ്റു. അതിന്റെ തുടർ ചലനങ്ങളിൽ ഭാഗ്യം കടാക്ഷിച്ചത് EK നയനാരെയായിരുന്നു. മത്സരിക്കാതെ നയനാർ മുഖ്യമന്ത്രിയായി. നയനാർ ഒഴിഞ്ഞ സംസ്ഥാന സെക്രട്ടറിയുടെ കസേരയിലേക്ക് കണ്ണൂരിന്റെ ചടയൻ ഗോവിന്ദനും എത്തി. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലെ വോട്ടെടുപ്പിലൂടെയായിരുന്നു ഇരുവരുടെയും തെരഞ്ഞെടുപ്പ് നടന്നത്. കണ്ണൂരിൽ പിണറായിയും PR കുറുപ്പും മന്ത്രിസഭയിൽ സ്ഥാനം പിടിച്ചു. P ശശിയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പാർട്ടി നിയോഗിച്ചത്. തലശ്ശേരിയിലെ വിജയ് K മമ്മുവിനൊപ്പം രാജിവെപ്പിച്ച് നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ നയനാർ വീണ്ടും സഭാംഗമായി. കോൺഗ്രസിലെ അഡ്വക്കേറ്റ് T അസഫലയായിരുന്നു എതിരാളി. രോഗബാധിതനായ PR കുറുപ്പ് 1999 ജനുവരിയിൽ മന്ത്രിസ്ഥാനം വിട്ടു. പിന്നീട് പിണറായി കാലം തുടങ്ങുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ VSന്റെ അപ്രതീക്ഷിത തോൽവിയെ തുടർന്ന് CPM വിഭാഗീയതയിലേക്ക് കൂപ്പുകുത്തി. 1998 പാലക്കാട് സംസ്ഥാന സമ്മേളനം വഴിത്തിരിവായി. സംസ്ഥാന കമ്മിറ്റിയിൽ O ഭരതനെയും പച്ചേനി കുഞ്ഞിരാമനെയും ഒഴിവാക്കി. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരം നടന്നു. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് MV ഗോവിന്ദന്. ചടയൻ വീണ്ടും സെക്രട്ടറിയായി.
1998 മാർച്ച് 19 EMSന്റെയും സെപ്റ്റംബർ 9 ചടയൻ ഗോവിന്ദിന്റെയും വിയോഗമുണ്ടായി. ചടയന്റെ പിൻഗാമിയായി മന്ത്രിസ്ഥാനം രാജിവെച്ച് പിണറായി സംസ്ഥാന സെക്രട്ടറി പദത്തിലെത്തി. സെക്രട്ടേറിയറ്റ് അംഗം മാത്രമായ പിണറായി വൈകാതെ ഒറ്റയടിക്ക് ഇരട്ട സ്ഥാനക്കയറ്റത്തോടെ കേന്ദ്ര കമ്മിറ്റിയും കടന്ന് PB അംഗമായി. കേരള CPM അധികാരത്തിന്റെ അച്യുതാനന്ദത്തിൽ നിന്ന് മാറുകയായിരുന്നു. 1998 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി ജയം ആവർത്തിച്ചു. മന്ത്രിസ്ഥാനത്തിരുന്നു മത്സരിച്ച MC ഷൺമുഖദാസിനെ ജയം തുണച്ചില്ല. 1999 വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നെത്തി. കണ്ണൂർ പിടിക്കാൻ CPM കച്ചകെട്ടിയിറങ്ങി. SFI നേതാവ് അബ്ദുള്ളക്കുട്ടിയെ കളത്തിലിറക്കി. അബ്ദുള്ളക്കുട്ടി അത്ഭുതക്കുട്ടിയായി മുല്ലപ്പള്ളിയെ മലർത്തിയടിച്ചു. നേതാക്കളും കത്തിമുനയിൽ നിന്നു. ജില്ലയുടെ രാഷ്ട്രീയ തലത്തിൽ ചോരക്കറ പടർന്നു പിടിച്ചു. മാമൻ വാസു വധം, പന്ന്യൻ ചന്ദ്രൻ വധം, P ജയരാജൻ വധശ്രമം, രാഷ്ട്രീയ പ്രവർത്തകരുടെ കൊലപാതകങ്ങൾ, ബോംബ് സ്ഫോടനങ്ങൾ, വിദ്യാർത്ഥിനി അസ്നയ്ക്ക് നേരെയുള്ള ബോംബേറ്. ഈ ഒരു തീച്ചുളയിലൂടെ കടന്ന് യുവമോർച്ച നേതാവ് KT ജയകൃഷ്ണന്റെ വധത്തോടെ തലശ്ശേരി പാനൂർ മേഖല സ്തംഭിച്ചു. തുടർ കൊലപാതകങ്ങളും സംഘർഷങ്ങളും ഉണ്ടായി. ആ മുറിവുകളിലൂടെ തന്നെ കണ്ണൂർ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നടന്നു. 2001 തെരഞ്ഞെടുപ്പിൽ ഫലം UDFന് അനുകൂലം. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കെ പ്രഖ്യാപിച്ച 2 സ്ഥാനാർത്ഥികളെ K കരുണാകരന്റെ നിർബന്ധത്തിന് വഴങ്ങി മാറ്റേണ്ടി വന്നു. അതിലൊന്ന് പേരാവൂരായിരുന്നു. കേപ്പ് നൂറുദ്ദീനെ മാറ്റി A വിഭാഗത്തിലെ AD മുസ്തഫയെ രംഗത്തിറക്കിയത്. മുസ്തഫ ജയിച്ചു കയറി. കണ്ണൂരിൽ K സുധാകരനും ഇരിക്കൂറിൽ KC ജോസഫുമാണ് ജയിച്ച മറ്റു കോൺഗ്രസുകാർ. ജനതാളിലെ KP മോഹനൻ, CPMൽ നിന്ന് PK ശ്രീമതി, P ജയരാജൻ എന്നിവരും ആദ്യമായിട്ട് MLA ആയി. ഇടവേളയ്ക്ക് ശേഷം കോടിയേരി ബാലകൃഷ്ണനും സഭയിലെത്തി. MV ഗോവിന്ദനും TK ബാലനും MV ജയരാജനും വിജയം ആവർത്തിച്ചു. AK ആന്റണി നയിച്ച മന്ത്രിസഭയിൽ K സുധാകരൻ വനം മന്ത്രിയായി. തിരുവനന്തപുരം വെസ്റ്റിൽ നിന്ന് ജയിച്ച MV രാഘവൻ സഹകരണ മന്ത്രിയും സണ്ണി ജോസഫ് K സുധാകരന്റെ പിൻഗാമിയായി DCC പ്രസിഡന്റായി. 2005 TK ബാലൻ അന്തരിച്ചതിനെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പിൽ M പ്രകാശൻ MLA ആയി. കൂത്തുപറമ്പിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായി. MLA ആയ P ജയരാജന്റെ ജയം സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് അസാധുവാക്കിയിരുന്നു. 1991 ഹർത്താലിനിടെ പോസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ 2 വർഷം ജയരാജന് ശിക്ഷ വധിച്ചിരുന്നു. പത്രിക നൽകുമ്പോൾ ഈ വിധി നിലനിന്നിരുന്നു. അത് ചൂണ്ടിക്കാട്ടി എതിർ സ്ഥാനാർത്ഥി K പ്രഭാകരൻ നൽകിയ ഹർജിയിലാണ് ജയരാജന് തിരിച്ചടിയായ വിധിയുണ്ടായത്. ശിക്ഷ 1 വർഷമായി കുറച്ചതിനാൽ ജയരാജൻ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ അംഗത്തിനിറങ്ങി. റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ജയരാജൻ വീണ്ടും സഭ കയറി.